ഓസ്ട്രേലിയയിലേക്ക് ഒരു മൈക്രോബയോളജിസ്റ്റായി എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാം? ജംസ് അബ്രോഡിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ മൈക്രോബയോളജിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി പാസ്സായി മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് വളരെ ഈസിയായി മൈഗ്രേറ്റ് ചെയ്യാം. എന്തുകൊണ്ട് ഒരു മൈക്രോബയോളജിസ്റ്റ് ഓസ്ട്രേലിയ ചൂസ് ചെയ്യണം? തീർച്ചയായും മൈക്രോബയോളജിസ്റ്റിന് ഓസ്ട്രേലിയയിലുള്ള ഡിമാൻഡ് തന്നെ. ഹോസ്പിറ്റൽസ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, വൈറോളജി ലാബ് എന്നിവിടങ്ങളിൽ മൈക്രോബയോളജിസ്റ്റിന് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നിലവിലുണ്ട്. ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ എന്നത് ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണ്. മൈഗ്രേഷന്റെ ആദ്യ സ്റ്റെപ്പായി സ്കിൽ അസസ്മെന്റ് പ്രോസസ് നടത്തേണ്ടതുണ്ട്. ഓസ്ട്രേലിയൻ സ്കിൽ അസസ്മെന്റ് അതോറിറ്റിയായ VETASSESS ആണ് മൈക്രോബയോളജിസ്റ്റ് സ്കിൽ അസസ്മെന്റ് നടത്തുന്നത്. ഇമിഗ്രേഷൻ പ്രോസസ്സിന് മിനിമം 65 പോയിന്റ്സ് ആവശ്യമാണ്. പ്രധാനമായും ഏജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, വർക്ക് എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ എന്നിവയെ ആശ്രയിച്ചാണ് പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മൈക്രോബയോളജിസ്റ്റിന് അനുവദിക്കുന്ന വിസ 189, 190, 491 എന്നീ സബ് ക്ലാസസിൽ ഉൾപ്പെട്ടതാണ്. സ്കിൽ അസസ്മെന്റ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ മിസ്റ്റേക്സ് കൊണ്ട് എലിജിബിൾ ആകേണ്ടവർ പോലും ഫെയിൽ ആകുന്നു. അതുകൊണ്ട് സ്കിൽ അസസ്മെന്റ് പ്രോസസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പലരും എൻക്വയറി നടത്തുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു സംശയമാണ് ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് മൈക്രോബയോളജിസ്റ്റ് ആകുവാൻ അവിടെ ചെന്ന് എന്തെങ്കിലും എക്സാം എഴുതണോ എന്ന്. യാതൊരുവിധ എക്സാംസും ഒരു രജിസ്റ്റേർഡ് മൈക്രോബയോളജിസ്റ്റ് ആകുന്നതിന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതില്ല. സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽപ്പെട്ട ജോബ് പൊസിഷൻ ആയതിനാൽ PR ഈസിയായി ലഭിക്കുന്നു. ഓസ്ട്രേലിയയിൽ മൈക്രോബയോളജിസ്റ്റിന്റെ ആവറേജ് സാലറി 96,257 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് പെർ ഇയർ ആണ്. മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് 1,31,453 AUD പെർ ഇയർ വരെ ലഭിക്കും. IELTS, OPT എന്നീ ലാംഗ്വേജ് ടെസ്റ്റുകൾ അക്സെപ്റ്റബിൾ ആണ്. 2022 മുതൽ 2032 വരെ മറ്റുള്ള എല്ലാ ഒക്യുപ്പേഷനേക്കാളും അധികം ഓപ്പർച്യൂണിറ്റീസ് മൈക്രോബയോളജിസ്റ്റിനുണ്ട്. മൈക്രോബയോളജിസ്റ്റിന്റെ മൈഗ്രേഷനെ പറ്റി കൂടുതൽ അറിയുവാനും ഇമിഗ്രേഷൻ പ്രോസസ് ചെയ്യുന്നതിനും ഫോർ മോർ ഇൻഫർമേഷൻസ് കോൺടാക്ട് ജംസ് അബ്രോഡ്.